ഉദ്യോഗസ്ഥരുടെ ജോലിഭാരത്തെ ചൊല്ലി സേനയിൽ ചേരിപ്പോരുണ്ട്. ക്രമസമാധാന ചുമതലയുള്ള എഡിജിപിയുടെ ഉത്തരവിനെതിരെ ഡിസിആർബി രംഗത്തെത്തി. പോലീസ് ആസ്ഥാനത്ത് നിന്ന് നൽകുന്ന നിർദ്ദേശങ്ങളാണ് പാലിക്കുന്നത് എന്ന് ഡിസിആർബി ഉദ്യോഗസ്ഥർ പറയുന്നു. അനാവശ്യ പെർഫോമുകൾ അയച്ച് സ്റ്റേഷനുകളിൽ ജോലിഭാരം വർദ്ധിപ്പിക്കരുത് എന്നായിരുന്നു എഡിജിപിയുടെ ഉത്തരവ്. വിവരങ്ങളുമായി ആർ രാജീവ് ചേരുന്നുണ്ട്. രാജീവ്, ഈ എഡിജിപിയുടെ ഉത്തരവ് സേനയുടെ അമിത സമ്മർദ്ദം, മാനസിക സംഘർഷം, കടുത്ത മാനസിക സംഘർഷം, അതുമൂലം ആത്മഹത്യകൾ വരെ നിരന്തരമാകുന്ന പശ്ചാത്തലം, ആ ഒരു സാഹചര്യത്തിലാണല്ലോ അനാവശ്യ പെർഫോമുകൾ അയച്ച് സ്റ്റേഷനുകളിൽ ജോലിഭാരം വർദ്ധിപ്പിക്കരുത് എന്ന് എഡിജിപി ഉത്തരവ് നൽകിയത്. പക്ഷേ അതിന് വിപരീതമായി, അല്ലെങ്കിൽ അതിന് എതിരെ നിന്നുകൊണ്ട് ഡിസിആർബി ഉദ്യോഗസ്ഥർ ആ ഒരു ഭാഗത്ത് നിന്ന് ഈ ഒരു എന്ത് നിലപാടാണ് വരുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ, ഈ ഒരു സാഹചര്യത്തെക്കുറിച്ച്? ലക്ഷ്മി, സമാനതകളില്ലാത്ത രീതിയിൽ സംസ്ഥാന പോലീസിൽ ആത്മഹത്യകൾ വർദ്ധിച്ചത് വലിയ വാർത്തയായിരുന്നു. മാത്രമല്ല, മനുഷ്യാവകാശ കമ്മീഷൻ കഴിഞ്ഞ ദിവസം അതിൽ ഇടപെടുകയും ചെയ്തു. ജനടിവിയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിലെ ആത്മഹത്യകളും അതുപോലെ തന്നെ കൂട്ട വിരമിക്കുന്ന സംഭവവും പുറത്തു കൊണ്ടുവന്നത്. ഏതായാലും അതിൽ മനുഷ്യാവകാശ കമ്മീഷൻ കഴിഞ്ഞ ദിവസം ഇടപെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ക്രമസമാധാന ചുമതലയുള്ള എഡിജിപി MR അജിത് കുമാർ ഒരു ഉത്തരവ് പുറത്തിറക്കിയത്. അനാവശ്യമായ പെർഫോമുകൾ പോലീസ് സ്റ്റേഷനുകളിലേക്ക് DCRBയിൽ നിന്ന് അയച്ചു നൽകരുത് എന്ന നിർദ്ദേശമായിരുന്നു നൽകിയത്. അത്തരത്തിൽ ഡാറ്റകൾ ശേഖരിക്കുമ്പോൾ ഈ പോലീസിൽ അംഗബലം കുറവാണ്, അവർക്ക് അമിത ജോലിഭാരം ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം പ്രവണതകൾ ഉണ്ടാകരുത് എന്ന നിർദ്ദേശം കഴിഞ്ഞ ദിവസമാണ് ക്രമസമാധാന ചുമതലയുള്ള എഡിജിപി നൽകിയത്. എന്നാൽ അതിനെതിരെ ഇപ്പോൾ DCRB രംഗത്ത് വന്നിരിക്കുകയാണ്. DCRBയിലെ ഉദ്യോഗസ്ഥർ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് പോലീസ് ആസ്ഥാനത്ത് നിന്ന് നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക മാത്രമാണ് തങ്ങൾ ചെയ്യുന്നത്. പോലീസ് ആസ്ഥാനത്ത് നിന്നാണ് DCRBയിലേക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കണമെന്ന നിർദ്ദേശം പോലീസ് ആസ്ഥാനത്ത് നിന്നും അതുപോലെ തന്നെ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ നിന്നും നൽകും. ആ നിർദ്ദേശങ്ങൾ അതേപടി അംഗീകരിക്കുക മാത്രമാണ് തങ്ങൾ ചെയ്യുന്നത്. മാത്രമല്ല, ഈ പോലീസ് സ്റ്റേഷനുകളിലാണ് ഈ ക്രൈമുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്നത്. കുറ്റകൃത്യങ്ങൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അതത് പോലീസ് സ്റ്റേഷനുകളിലാണ് ശേഖരിക്കുന്നത്. നിയമസഭയിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഒക്കെ മറുപടി നൽകുന്നതിന് വേണ്ടിയാണ് ഈ വിവരങ്ങൾ നൽകേണ്ടി വരുന്നത്. ആ വിവരങ്ങൾ ചോദിച്ചുകൊണ്ട് പോലീസ് ആസ്ഥാനത്ത് നിന്നും DCRBയിലേക്ക് കത്തുകൾ നൽകുന്നു. അതും ഒരു മാസം 200-300 മുകളിൽ കത്തുകളാണ് DCRBയിലേക്ക് അയാപ്സ് വഴി നൽകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിവരങ്ങൾ ശേഖരിക്കുക മാത്രമാണ് തങ്ങൾ ചെയ്യുന്നതെന്നാണ് DCRB ഉദ്യോഗസ്ഥർ പറയുന്നത്. മാത്രമല്ല, ഈ പോലീസ് സ്റ്റേഷനുകളിൽ കൃത്യമായി പെർഫോമുകൾ നൽകിയില്ലെങ്കിൽ, ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തുടർന്നുണ്ടാകുന്ന വിശദാംശങ്ങൾ അറിയാൻ കഴിയില്ല. കൃത്യമായി വിവരങ്ങൾ നൽകിയില്ലെങ്കിൽ DCRBയിലെ ഉദ്യോഗസ്ഥർ നടപടി നേരിടേണ്ട സാഹചര്യത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഇത് പോലീസ് ആസ്ഥാനത്താണ് ഇതിന് പരിഹാരം കാണേണ്ടതെന്ന ആവശ്യമാണ് നിലവിൽ DCRB ഉദ്യോഗസ്ഥർ മുന്നോട്ട് വെക്കുന്നത്. മാത്രമല്ല, ഈ പോലീസിലെ ജോലിഭാരവുമായി ബന്ധപ്പെട്ടും സേനയിൽ വിവിധ തരത്തിലുള്ള ആവശ്യങ്ങൾ ഉയരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പോലീസ് സ്റ്റേഷനുകളിലെ അംഗബലം വർദ്ധിപ്പിക്കണമെന്നാണ്. നേരത്തെ തന്നെ സംസ്ഥാന പോലീസ് മേധാവി ഇക്കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതാണ്. എന്നാൽ ധനവകുപ്പ് ഈ ആവശ്യം അംഗീകരിച്ചിരുന്നില്ല. ഈ പോലീസ് സ്റ്റേഷനുകളിൽ നിലവിൽ അംഗബലം വളരെ കുറവാണ്. 7000-നടുത്ത് പോലീസ് ഉദ്യോഗസ്ഥരുടെ കുറവ് നിലനിൽക്കുന്നു എന്നാണ് ഉദ്യോഗസ്ഥർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പോലീസ് സ്റ്റേഷനുകളിൽ അമിത ജോലിഭാരം ഉണ്ടാകുന്നതും 24 മണിക്കൂർ വരെയൊക്കെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് തുടർച്ചയായി ജോലിയെടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നതും. ഇതിനാണ് ആദ്യം പരിഹാരം കാണേണ്ടതെന്ന ആവശ്യമാണ് പ്രധാനമായും സേനയിൽ ഉയരുന്നത്. അല്ലാതെ DCRB ഉദ്യോഗസ്ഥർ നൽകുന്ന പെർഫോമുകൾ കൃത്യമായി നൽകുന്നതുകൊണ്ടല്ല ഈ ജോലിഭാരം വർദ്ധിക്കുന്നതെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏതായാലും ക്രമസമാധാന ചുമതലയുള്ള എഡിജിപിയുടെ ഈ ഉത്തരവിനെ ചൊല്ലി പോലീസ് സേനയിൽ ചേരിപ്പോര രൂക്ഷമായിരിക്കുകയാണ്. ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ചെയ്യുന്ന കാര്യങ്ങളിൽ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട ഡേറ്റ ശേഖരിക്കുന്നു. രാജീവ്, ഈ DCRB അത് കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട ഡേറ്റ ശേഖരിക്കുന്നു, അത് വിശകലനം ചെയ്യുന്നു ഒക്കെ പറയുമ്പോൾ ഈ അനാവശ്യ പെർഫോമുകൾ എന്ന് എഡിജിപി പറയുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ രാജീവും പറഞ്ഞതുപോലെ പോലീസ് ആസ്ഥാനത്ത് നിന്നാണ് ഈ നിർദ്ദേശങ്ങൾ നൽകുന്നത്. അത് വിവിധ വിഷയങ്ങളിൽ അല്ലെങ്കിൽ വിവിധ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അത് അക്ഷരം പ്രതി അനുസരിക്കുക മാത്രമാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ ഡേറ്റകൾ ശേഖരിക്കുക മാത്രമാണ് തങ്ങൾ ചെയ്യുന്നത് എന്ന്. അങ്ങനെയാണെങ്കിൽ ഈ നേരത്തെ രാജീവ് സൂചിപ്പിച്ചല്ലോ, ജനം TV വാർത്തയുടെ ഒരു ഇമ്പാക്ട് ഇന്നലെ ഉണ്ടായി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഈ ഒരു വിഷയത്തിൽ ഇടപെടുകയൊക്കെ ചെയ്തു. ഒരുപക്ഷെ അതിൽ മുഖം രക്ഷിക്കാൻ വേണ്ടിയാണ് എഡിജിപി ഇത്തരത്തിൽ ഉത്തരവ് പുറത്തിറക്കിയത് എന്ന് ഈ DCRB നൽകുന്ന മറുപടിയിലൂടെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രതികരണത്തിലൂടെ, നിലപാടിലൂടെ നമ്മൾ മനസ്സിലാക്കണോ? തീർച്ചയായും മുഖം രക്ഷിക്കാനുള്ള ഒരു നീക്കം മാത്രമാണ് ക്രമസമാധാന ചുമതലയുള്ള എഡിജിപിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന് തന്നെയാണ് സേനയിൽ വരുന്ന പൊതുവികാരം. കാരണം ഇത് ആദ്യമായല്ല ഇത്തരമൊരു പരാതി സർക്കാരിന് മുന്നിലേക്കും അതുപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് മുന്നിലേക്കും എത്തുന്നത്. ക്രമസമാധാന ചുമതലയുള്ള എഡിജിപിയോട് ഉൾപ്പെടെ നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ പറഞ്ഞതാണ്. ജോലിഭാരം വർദ്ധിപ്പിക്കുന്നു,
മാത്രമല്ല ഈ മാനസിക സമ്മർദ്ദമുള്ള ഉദ്യോഗസ്ഥർ സ്വയം വിരമിക്കുന്ന പ്രവണത പോലീസ് സേനയിൽ വർദ്ധിക്കുന്നു എന്നൊക്കെ പല യോഗങ്ങളിലും പറഞ്ഞതാണ്. പക്ഷേ അതിന് ഒരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല. പിന്നീട് ഇങ്ങോട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യകൾ വർദ്ധിക്കുന്നു, അത് വാർത്തയാകുന്നു. കഴിഞ്ഞ 10 ദിവസത്തിനിടെയുള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ 5 ഉദ്യോഗസ്ഥരാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല 2023-24 കാലത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർ സ്വയം വിരമിക്കുന്ന പ്രവണത കൂടി വരുന്നു. SI ട്രെയിനിയായിട്ട് കയറുന്നവർ പോലും പോലീസിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ല. അവർ വിരമിക്കാനോ അല്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോകാനോ ഒക്കെ ശ്രമിക്കുന്ന സാഹചര്യങ്ങൾ പോലും ഈ അടുത്തിടെ ഉണ്ടാകുന്നു. ആ രീതിയിൽ അമിത ജോലിഭാരവും മാനസിക സമ്മർദ്ദവും പോലീസ് സേനയിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിക്കുൾപ്പെടെ നിരവധി നിവേദനങ്ങൾ നൽകിയതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പോലീസ് സ്റ്റേഷനുകളിലെ അംഗബലം വർദ്ധിപ്പിക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നേരത്തെ സംസ്ഥാന പോലീസ് മേധാവി സർക്കാരിന് കത്ത് നൽകിയത്. എന്നാൽ സർക്കാർ ഇത് അംഗീകരിച്ചിരുന്നില്ല. പക്ഷേ ഇവിടെ DCRB ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നിയമസഭയിൽ മറുപടി നൽകുന്നതിനും രേഖാമൂലം മറുപടി നൽകുമ്പോൾ അത് കൃത്യമായ കണക്കുകളായിരിക്കണം. ആ കണക്കുകൾ തെറ്റാണെങ്കിൽ ഈ വിവരങ്ങൾ നൽകിയ ഉദ്യോഗസ്ഥൻ നടപടി നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ പോലീസ് ആസ്ഥാനത്ത് നിന്ന് DCRBയോട് കണക്കുകൾ ചോദിക്കുന്നു. DCRBക്ക് പോലീസ് സ്റ്റേഷനുകളിൽ നിന്നല്ലാതെ മറ്റ് എവിടെ നിന്ന് വിവരം ലഭിക്കുമെന്നാണ് ആ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല കേസുകളുമായി ബന്ധപ്പെട്ട തുടർ നടപടികളുണ്ട്. ആ തുടർ നടപടികൾ ഉൾപ്പെടെയാണ് രേഖാമൂലം മറുപടി നൽകേണ്ടത്. ആ തുടർ നടപടികൾ വാങ്ങണമെങ്കിൽ കൃത്യമായി പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് തന്നെ ശേഖരിക്കേണ്ടി വരും. അക്കാര്യത്തിൽ വീഴ്ച വരുത്താൻ കഴിയില്ല. അക്കാര്യത്തിൽ വീഴ്ച വരുത്തുകയാണെങ്കിൽ ആ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട ഒരു കൃത്യത വരുത്തേണ്ടത് പോലീസ് ആസ്ഥാനത്ത് നിന്ന് തന്നെയാണ്. അല്ലാതെ ഇത്തരം ഒരു ഉത്തരവിറക്കിയുണ്ട് കാര്യമില്ല. ഈ ഉത്തരവ് കണ്ണിൽ പൊടിയിടാൻ തന്നെയാണ് എന്നാണ് സേനയിൽ വരുന്ന പൊതുവികാരം. ലക്ഷ്മി, രാജീവ് ഈ സൂചിപ്പിച്ചതുപോലെയാണ് ഈ പ്രത്യേകിച്ച് അംഗബലം കൂട്ടേണ്ടതിന്റെ ആവശ്യകത. ജോലിഭാരം കൂടുന്നു, പക്ഷേ അംഗബലം വർദ്ധിപ്പിക്കുന്നില്ല എന്നൊരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഈ മാനസിക സംഘർഷത്തിലും പലവിധ കാരണങ്ങളുണ്ടല്ലോ. അതിലൊന്ന് ഈ രാഷ്ട്രീയ ഇടപെടൽ കൂടിയാണ് എന്നുള്ളത് കൂടി നോക്കിക്കാണ്ടേ. ഒപ്പം തന്നെ ഈ രാഷ്ട്രീയ സ്വാധീനമുള്ളവർക്ക് ജോലിഭാരം കുറയ്ക്കുക, ന്യൂനപക്ഷത്തിനെങ്കിലും അങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ വിവിധ പ്രശ്നങ്ങളിൽ പരിഹാരം കാണേണ്ടതുണ്ട്. മാത്രമല്ല ഈ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകൾ, അതിലും ആഭ്യന്തര വകുപ്പ് ആ ഒരു കണക്ക് കൂടി ക്രോഡീകരിക്കേണ്ടതില്ലേ? ലക്ഷ്മി, ഏതായാലും ഇപ്പോൾ പുതിയ തീരുമാനപ്രകാരം സംസ്ഥാന പോലീസിൽ CPM കൂടുതൽ പിടിമുറുക്കുകയാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി CPMന് ഏറ്റുവാങ്ങേണ്ടി വന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് CPM പോലീസ് സേനയിൽ കൂടുതൽ പിടിമുറുക്കുന്നത്. ആഭ്യന്തര വകുപ്പിന്റെ ഒരു നിയന്ത്രണം CPMലേക്ക് കൂടി എത്തുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. നേരത്തെ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു ഉന്നതനും മാത്രമല്ല പോലീസ് സേനയിലെ ചിലരും ചേർന്ന് മാത്രം ഈ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്ന അവസ്ഥയായിരുന്നു. അത് മാറ്റണം എന്ന് CPM ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ പുറത്തുവിട്ടതുപോലെ DYSPമാരുടെ സ്ഥലമാറ്റ പട്ടിക മുഖ്യമന്ത്രി നേരിട്ട് മടക്കിയത്. ഇനി CPM ജില്ലാ കമ്മിറ്റികളാണ് പോലീസിനെ നിയന്ത്രിക്കുക. അതുമായി ബന്ധപ്പെട്ടും വലിയ തരത്തിലുള്ള ആശങ്ക പോലീസ് സേനയിൽ നിലനിൽക്കുന്നുണ്ട്. അതായത് CPMലേക്ക് നിയന്ത്രണം പോകുമ്പോൾ ഇനി CPM ജില്ലാ സെക്രട്ടറിമാരും അതുപോലെ തന്നെ നേതാക്കളും പറയുന്നതനുസരിച്ച് പോലീസ് സേന പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അതിനുമപ്പുറത്തേക്കാണ് ഈ മാനസിക സമ്മർദ്ദം പോലീസ് സേനയിൽ വലിയ പ്രശ്നമായി നിൽക്കുന്നത്. അമിത ജോലിഭാരം, രാഷ്ട്രീയവൽക്കരണം, ഇതൊക്കെ വരുമ്പോൾ പോലീസ് സേനയിൽ എങ്ങനെ തുടരാൻ കഴിയും എന്ന ചോദ്യം ഉദ്യോഗസ്ഥർക്കിടയിൽ ഇപ്പോൾ തന്നെ വളരെ വ്യാപകമായി ഉയരുന്നുണ്ട്. മാത്രമല്ല പല ഉദ്യോഗസ്ഥരും ക്രമസമാധാന ചുമതലയിലേക്ക് വരുന്നതിലും മടിച്ചു നിൽക്കുകയാണ്. മുൻപ് ഏറ്റവും ഉദ്യോഗസ്ഥർക്ക് താല്പര്യമുള്ള മേഖല ക്രമസമാധാന ചുമതലയായിരുന്നെങ്കിൽ ഇന്ന് ക്രമസമാധാന ചുമതലയിലേക്ക് എത്തുന്നതിന് ഉദ്യോഗസ്ഥർ മടിക്കുകയാണ്. DYSPമാർ ഉൾപ്പെടെയുള്ളവർ സ്പെഷ്യൽ യൂണിറ്റുകളിലേക്ക് മാറുന്നതും സ്പെഷ്യൽ യൂണിറ്റുകളിൽ തന്നെ ജോലി നോക്കാൻ ഇഷ്ടപ്പെടുന്നതും സേനയിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. ക്രമസമാധാന ചുമതലയിലേക്ക് ഉദ്യോഗസ്ഥർ എത്തുന്നില്ല എന്നൊരു സാഹചര്യമുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഈ അമിത ജോലിഭാരമാണ്. മറ്റൊന്ന് മാനസിക സമ്മർദ്ദമാണ്. ഇനിയിപ്പോൾ CPM കൂടുതൽ പിടിമുറുക്കുമ്പോൾ രാഷ്ട്രീയവൽക്കരണവും പോലീസ് സേനയിൽ വളരെ വ്യാപകമാകും. ഇതോടുകൂടി സേനയിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് ആ സേനയിൽ വരുന്ന കാര്യം കൂടി. ഇതെല്ലാം പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. മാത്രമല്ല ഈ ഇതുവരെ ഉണ്ടായ ഈ ഡാമേജ് ഉണ്ടല്ലോ, അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ ഒരു സൈക്കോളജിസ്റ്റിന്റെ സേവനം അല്ലെങ്കിൽ ഒന്നിലധികം പേരുടെ സേവനം, അങ്ങനെ ഒരു വിദഗ്ധ സമിതി കാര്യങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട്. അങ്ങനെയുള്ള പരിശീലന പരിപാടികൾ ആവശ്യമാണ്. അങ്ങനെയൊക്കെ ഒരു ഘട്ടത്തിൽ ആരംഭിച്ചതാണെന്ന് തോന്നുന്നു. പക്ഷേ അതെല്ലാം ഇപ്പോൾ നിർജ്ജീവമായി കിടക്കുകയാണല്ലോ അല്ലേ? അത്തരത്തിൽ മാനസികാരോഗ്യം ശരിയാക്കേണ്ടതിൻ്റെ ആവശ്യകത, അതിനുവേണ്ടി എന്തെങ്കിലും പദ്ധതികൾ കടലാസിലോ അല്ലെങ്കിൽ വാക്കുകളിലോ അല്ലാതെ പ്രാവർത്തികമാകുന്നുണ്ടോ ഇപ്പോൾ? ലക്ഷ്മി, അത് വളരെ പ്രസക്തം തന്നെയാണ്. കാരണം 2019 മുതൽ ഇങ്ങോട്ട് ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തണമെന്ന ആവശ്യം സേനയിൽ ഉയർന്നതാണ്. കാരണം 2019 മുതൽ ഇങ്ങോട്ടാണ് ഈ പോലീസ് സേനയിൽ ആത്മഹത്യകൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല കൂട്ടത്തോടെ ഉദ്യോഗസ്ഥർ സ്വയം വിരമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതും ആ ഒരു ഘട്ടത്തിലാണ്. 2019 തന്നെ ഈ ആവശ്യം ഉയർന്നിരുന്നെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ പേപ്പറുകളിൽ ഒതുങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. സംസ്ഥാന പോലീസ് മേധാവിക്ക് ആഭ്യന്തര വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നിർദ്ദേശം നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പോലീസ് മേധാവി റിപ്പോർട്ട് സമർപ്പിക്കുകയും ഇവർക്ക് ആവശ്യമായ വൈദ്യസഹായം ഉൾപ്പെടെ നൽകണമെന്ന നിർദ്ദേശമായിരുന്നു പ്രധാനമായും മുന്നോട്ട് വെച്ചിരുന്നത്. മാത്രമല്ല കൗൺസിലിംഗ് ഉൾപ്പെടെ ഈ വിരമിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് നൽകണം, അവരെ ജോലിയിൽ തുടരാൻ പ്രേരിപ്പിക്കണമെന്ന നിർദ്ദേശം കൂടി ആ ഘട്ടത്തിൽ ഉയർന്നു വന്നതാണ്. പക്ഷേ അതൊക്കെ കടലാസുകളിൽ ഒതുങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പോലീസിൽ ആത്മഹത്യകൾ വർദ്ധിക്കുമ്പോഴും കൃത്യമായൊരു നടപടി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. പോലീസ് ആസ്ഥാനത്ത് നിന്ന് അത്തരം നടപടികളിലേക്ക് കടന്നില്ല എന്ന വസ്തുത നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ഈ പോലീസിൽ ആത്മഹത്യകൾ വർദ്ധിച്ച ഒരു സാഹചര്യത്തിലും സ്വയം വിരമിക്കൽ വർദ്ധിച്ച ഒരു സാഹചര്യത്തിലുമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പഠനം നടത്താൻ പിന്നീട് ഒരു സമിതിയെ രൂപീകരിച്ചത്. പക്ഷേ അത്തരം ഒരു സമിതിയെ രൂപീകരിക്കാൻ
വർദ്ധിക്കുമ്പോഴും അതിൽ മിനിസ്റ്റീരിയൽ ജീവനക്കാരെ കൂട്ടത്തോടെ തിരികെ കയറ്റാനാണ് പോലീസ് ആസ്ഥാനത്ത് നിന്ന് ശ്രമിച്ചത്. അതായത് പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി ക്ലറിക്കൽ ജോലികൾ ചെയ്യുന്ന മിനിസ്റ്റീരിയൽ ജീവനക്കാരെ കൂട്ടത്തോടെ ഉൾപ്പെടുത്തിയത് ജനൻ ടിവി പുറത്തുവിട്ടിരുന്നു. ഇതിനുശേഷം അതിന്റെ തുടർ നടപടികളും നിലച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് സേനയിൽ ഉയരുന്ന പ്രധാനപ്പെട്ട ആവശ്യം വിരമിച്ച ഏതെങ്കിലും സംസ്ഥാന പോലീസ് മേധാവിയോ അല്ലെങ്കിൽ സേനയിൽ തന്നെയുള്ള ഈ പ്രശ്നങ്ങൾ അറിയാവുന്ന ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് പഠനം നടത്തണം. ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ജോലിഭാരം ലഘൂകരിക്കാൻ ആവശ്യമായ നടപടികൾ വേണം. സേനയിലെ അംഗബലം വർദ്ധിപ്പിക്കണം, പോലീസ് സ്റ്റേഷനുകളിലെ അംഗബലം വർദ്ധിപ്പിക്കണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി അവർ മുന്നോട്ട് വെക്കുന്നത്. ലക്ഷ്മി, രാജീവാണ് വിവരങ്ങൾ നൽകിയത്.